ഹായ് ഫ്രണ്ട്സ്, പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ വെറും തക്കാളി മാത്രം ഉപയോഗിച്ച് അതിൽ മോരൊഴിച്ചിട്ടുള്ള ഒരു കറിയാണ് ഞാനിവിടെ നിന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നല്ല ഒരു ഒഴിച്ചുകറിയും കൂടിയാണ്. മധുരം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു 3 തക്കാളി എടുത്തിട്ട് നല്ലൊരു പഴുത്ത തക്കാളി എടുത്തോളൂ കേട്ടോ. ഇത് മീഡിയം പുളിയുള്ള തക്കാളിയാണ്. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയിട്ട് നമുക്ക് വേവിക്കാനുള്ള വെള്ളം കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചാൽ അത് വേവിക്കേണ്ടത്. ഇവിടേക്ക് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് കുറച്ച് കുരുമുളക്, അത് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം കുറച്ച് തൈര് ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടതിന് ശേഷം നിങ്ങൾ നല്ലപോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. ഒത്തിരി അരച്ച് കഴിഞ്ഞാൽ ആ കടുകിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരും. അതുകൊണ്ടാണ് കേട്ടോ. നോക്കൂ, അപ്പോൾ തന്നെ നല്ല കടുക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്രഷ് ആയിട്ട് മാത്രമേ ഉള്ളൂ. ഇനി ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് തക്കാളി നല്ലപോലെ വെന്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. ഇത് നമ്മൾക്ക് വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തക്കാളി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ അരച്ച് ഒഴിച്ചോളൂ കേട്ടോ. നോക്കൂ, നല്ലപോലെ തിളച്ച് സെറ്റായിട്ടുണ്ട്. ആ കറിയുടെ കളർ തന്നെ നമുക്ക് ചേഞ്ച് ആയി വന്നിട്ടേക്കിന്. അതിനുശേഷം കുറച്ച് നല്ല തൈര്, നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ ഒരു മീഡിയം പുളിയുള്ള തൈര് ഒഴിച്ച് കൊടുത്താൽ മതി. പുളിയില്ലാത്ത തക്കാളിയാണെങ്കിൽ കുറച്ച് പുളിയുള്ള തൈര് തന്നെ ഒഴിച്ചോളൂ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തൈര് ഒഴിച്ചതിന് ശേഷം ഒത്തിരി തിളയ്ക്കേണ്ട ആവശ്യമില്ല. അത് തിളവന്ന് കഴിഞ്ഞു നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ വറവിടുന്ന പോലെ വെളിച്ചെണ്ണയിൽ ഞാൻ കുറച്ച് കടുകും വറമുളക്, കറിവേപ്പില ഇത്ര മാത്രം ഇട്ട് നമുക്ക് പൊട്ടിച്ചതിലേക്ക് ഒഴിക്കാം. നോക്കൂ, നമ്മുടെ തക്കാളി മോരൊഴിച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.